കോതമംഗലം എക്സൈസ് സർക്കിൾ പരിധിയിലെ ലഹരിവേട്ട തുടരുന്നു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്നും പിടിച്ചെടുത്തത് 1.2 കിലോഗ്രാം കഞ്ചാവ്. സംഭവത്തിൽ അസം സ്വദേശി അറസ്റ്റിലായി. നിർമ്മാണ തൊഴിലാളികൾക്കിടയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചതായിരുന്നു കഞ്ചാവ്. കോതമംഗലം എക്സൈസ് റേഞ്ചിന് കീഴിലുള്ള ലഹരിവേട്ട തുടരുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ ലഹരി വിൽപ്പന കണ്ടെത്തുന്നതിനായുള്ള തിരച്ചിലിൽ നിരവധി പേരാണ് ഇതിനോടകം അറസ്റ്റിലായിട്ടുള്ളത്. കോതമംഗലം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് എംപിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ തിങ്കളാഴ്ച രാത്രി പിടിച്ചെടുത്തത് 1 കിലോ കഞ്ചാവാണ്. കൃത്യമായി പറഞ്ഞാൽ 1 കിലോയും 200 ഗ്രാമും. അസം സംസ്ഥാനത്തെ നാഗോൺ ജില്ലയിൽ റൂപാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അന്തേവാസിയായ അലാനുദ്ദീൻ മകൻ ദിൽദർ ഹുസൈനാണ് 1 കിലോ 200 ഗ്രാം ഉണക്കക്കഞ്ചാവുമായി പിടിയിലായത്. പല്ലാരിമംഗലം പുലിക്കുന്നേൽപ്പടിയിൽ വച്ചാണ് ഇയാൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിലാവുന്നത്. അസമിൽ നിന്നും കഞ്ചാവ് ഉയർന്ന അളവിൽ കേരളത്തിലെത്തിച്ച് നിർമ്മാണ തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തുകയായിരുന്നു ഇയാളെന്നും കണ്ടെത്തി. ഇയാളെ പിടികൂടാൻ പ്രദേശവാസികളുടെ സഹായവും ലഭിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ചിലർ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഹരിയുമായി പിടിയിലായിരുന്നു. ഇവരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകൾ തുടരുകയാണ്. പരിശോധനകളിൽ പ്രിവന്റീവ് ഓഫീസർമാരായ ലിബു PB, റസാഖ് KA, സുനിൽ PS, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ബബീന KA, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഉബൈസ് PM, ബിൻസാർ VI എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.